നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് കയറ്റത്തിൽ കയറുമ്പോഴത്തേനും വണ്ടി ഓഫായി പോകുന്നു. നോർമൽ കേസസിൽ മിക്ക ആൾക്കാർക്കും ആദ്യമേ വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റിലിട്ടിട്ട് എടുക്കുമ്പോഴത്തേനും വണ്ടി ഓഫാവുന്നത്. പഴയ വണ്ടികൾ, അതായത് സ്പ്ലെൻഡർ, പാഷൻ പ്രോ അങ്ങനത്തെയൊക്കെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 4 ഗിയറേ കാണുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയിലും നല്ല പവറിലൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാനാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനലെടുത്ത് നോക്കിയതിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. യെസ് ഗൈസ്, അപ്പം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളൊരു വളരെ ബിഗിനറായിട്ടുള്ള ഒരു റൈഡറാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ റൈറ്റ് സൈഡാണ് ആക്സിലേറ്റർ വരുന്നത്. ഈ റൈറ്റ് സൈഡ് ഈ ആക്സിലേറ്ററിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക്. പിന്നെ ഇപ്പർ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇതാണ് നമ്മുടെ ക്ലച്ച്. ഓക്കെ, ഇത് വണ്ടിയുടെ ഗിയർ, അതായത് ഇത് ഗിയർ. പിന്നെ ഇപ്പർ സൈഡ് വരുന്നത് ബാക്കിലത്തെ ബ്രേക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യമേ വണ്ടിയുടെ ഗിയറിങ്ങിനെ പറ്റി പറയാം. അതിനുശേഷം വണ്ടിയിൽ കയറി ഞാൻ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനെയൊക്കെ പറ്റി നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. പിന്നെ നിങ്ങൾക്ക് അതായത് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് കുറച്ച് സിറ്റുവേഷൻസ്, അതായത് തേരിയിൽ വെച്ച് വണ്ടി ഓഫായാൽ എങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഗിയറിങ്ങിനെ പറയാം. ഗിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പഴയ വണ്ടികൾ, അതായത് സ്പ്ലെൻഡർ, പാഷൻ പ്രോ അങ്ങനത്തെയൊക്കെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 4 ഗിയറേ കാണുള്ളൂ. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും ആ ബൈക്കിനൊക്കെ ഏറ്റവും താഴെ ആയിരിക്കും ന്യൂട്രൽ വരുന്നത്. താഴെ നിന്നാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പിന്നെ നമ്മൾ തിരിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഫുള്ള് ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്, ന്യൂട്രൽ ഏറ്റവും താഴെ ആയിരിക്കും. ഇപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണെന്നാണ് തോന്നുന്നത് അതിന് പറയുന്നത്. അപ്പം അതിലെന്ന് പറയുമ്പോഴത്തേനും താഴെ ഫസ്റ്റ് വരും. ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും താഴെ ആയിരിക്കും ഫസ്റ്റ്, അതിൻ്റെ മണ്ടയിൽ നമുക്ക് ന്യൂട്രൽ, പിന്നെ ന്യൂട്രൽ കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഓക്കെ, നമുക്കിപ്പോൾ തിരിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60ൽ നിന്ന് ഫിഫ്ത്ത്, ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ന്യൂട്രൽ, ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം എൻ്റെ വണ്ടികൾ, അതായത് ഇപ്പം ഇറങ്ങുന്ന മിക്ക വണ്ടികളും നമുക്ക് യൂണിവേഴ്സലാണ്. ഇപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞിരുന്ന ടൈപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേനും എൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നതാണ് ക്ലച്ച്, ആക്സിലേറ്റർ. ലെഫ്റ്റ് സൈഡ് കാലാണ് നമ്മുടെ ഗിയറും വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗിയർ ഷിഫ്റ്റിങ്ങിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വണ്ടി നമ്മളെപ്പോഴും ആദ്യം എടുക്കുമ്പോഴത്തേനും ന്യൂട്രൽ ഇടുക പഠിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിക്കുക. ഗ്രൗണ്ടിൽ വന്നിരുന്ന് മാത്രം പ്രാക്ടീസ് ചെയ്യുക. റോഡിലൊന്നും ഇറക്കി നിങ്ങൾ പഠിക്കാതിരിക്കുക. വണ്ടി പഠിക്കുമ്പോൾ മാക്സിമം റോഡിലൊന്നും പഠിക്കാതിരിക്കുക. കാരണം എതിരെയൊക്കെ വണ്ടികളൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കരധികം ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കരധികം റിസ്ക്കാണത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ഇടുമ്പോഴത്തേനും വണ്ടി ഫസ്റ്റ് മൂവായി ഇടിച്ചിടിച്ച് ഓഫ് ആവും. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ഹൗ ടു റൈഡ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പം അതിൽ തന്നെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ക്ലച്ച് പോയിൻറ്റിൽ വണ്ടി എടുത്ത് പഠിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ കാർ ഓടിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുത്തൻ കറക്റ്റായിട്ട് കാർ ഓടിക്കാൻ പഠിക്കുന്നത് അവൻ തേരിയിൽ ക്ലച്ചിൽ വണ്ടി നിർത്തുമ്പോഴാണ് അവൻ കംപ്ലീറ്റ് ഒരു ഡ്രൈവർ ആവുന്നതെന്നുള്ള കാര്യമൊക്കെ പറയൂലേ. അത് കണക്കാണ് നമ്മൾ ക്ലച്ച് പോയിൻറ്റിൽ വണ്ടി എടുത്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടൊരു ബൈക്ക് റൈഡർ ആവുന്നത്. ഓക്കെ, അപ്പം ക്ലച്ച് പോയിൻറ്റിൽ വണ്ടി എടുക്കുക, അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി ഇഗ്നിഷൻ ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് ഫസ്റ്റ് താഴോട്ടാണ് ഞാൻ ഫസ്റ്റിലിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ക്ലച്ച് പോയിൻറ്റിൽ വണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം പയ്യെ ക്ലച്ച് വിടുന്നുണ്ട്. ക്ലച്ച് പയ്യെ വിടുമ്പോഴത്തേനും ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, കണ്ടില്ലേ? ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ എൻ്റെ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? എൻ്റെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ മൂവ് ആവുന്നുണ്ട്.
അപ്പം ഇതാണ് നമ്മുടെ ക്ലച്ച് പോയിൻ്റ് എന്ന് പറയുന്ന സാധനം. നോർമൽ കേസസിൽ മിക്ക ആൾക്കാർക്കും ആദ്യമേ വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റിലിട്ടിട്ട് എടുക്കുമ്പോഴത്തേനും വണ്ടി ഓഫ് ആവുന്നത്. അപ്പം ക്ലച്ച് പോയിൻറ്റിൽ ഞാൻ ഇപ്പം കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ വണ്ടി എടുത്ത് പഠിക്കുക, അപ്പോഴത്തേനും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഫസ്റ്റിൽ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് ഞാൻ ഫസ്റ്റിലിട്ടു, എന്നിട്ട് ക്ലച്ച് പോയിൻറ്റിൽ എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് വരുമ്പോഴത്തേനും ആക്സിലേറ്റർ നൈസായിട്ട് ഈ സൈഡ് വഴി കൊടുക്കണം. അപ്പോഴത്തേനും വണ്ടി ഇടിച്ച് ഓഫ് ആവാതെ നല്ല രീതിയിൽ പൊക്കോളും. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെറുതായി ഒരു ലീനിയറായിട്ട് മാത്രം ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നിങ്ങൾ അബദ്ധത്തിലങ്ങാണ് കയ്യിൽ നിന്ന് ക്ലച്ച് വിട്ടു കംപ്ലീറ്റ് നിങ്ങൾ വിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വീലിയാവും. അതായത് വണ്ടിയുടെ ഫ്രണ്ട് വീല് പൊങ്ങും. അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ അത് കാര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാൻ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പറയുമ്പോഴത്തേനും ഈ കയറ്റം ഇങ്ങനെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് കയറ്റത്തിൽ കയറുമ്പോഴത്തേനും വണ്ടി ഓഫായി പോകുന്നു, പിന്നെ വണ്ടി കയറ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കമൻസുകളൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വെച്ചത്. അപ്പം ഇത് എനിക്കും ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പയ്യെ ഓരോ കാര്യങ്ങൾ പഠിച്ച് മാറ്റിയെടുത്തതാണ്. അപ്പം അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു ഫ്ലാറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ വരികയായിരിക്കും. അപ്പോഴത്തേനും ഒരു ഫ്ലാറ്റ് റോഡ് കഴിഞ്ഞിട്ട് ഒരു തേരി വരികയാണെന്ന് ചോദിച്ചോ. ഇപ്പം നിങ്ങളൊരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ വന്നുകൊണ്ടിരുന്നിട്ട് ആ തേരി നിങ്ങൾ ഇപ്പോൾ തേർഡ് ഗിയറിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തേരി തേർഡ് ഗിയറിൽ തന്നെ കയറിപ്പോയിട്ട് ചിലർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും ഫോർത്ത് ഗിയറിലോട്ട് അപ്പ് ചെയ്തിട്ട് തേരി കയറ്റാൻ നോക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഓഫ് ആവും. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വണ്ടിക്ക് ഒരു തേരിയൊക്കെ കയറുമ്പോഴത്തേനും കൂടുതൽ ടോർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ടോർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലൊക്കെയാണ് നമ്മൾ വണ്ടിയുടെ ടോർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നത്. അതായത് ഹയർ ഗിയേഴ്സിലോട്ട് ഒരു ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഗിയേഴ്സിലൊന്നും അത്രയും നല്ല ടോർക്കും കാര്യങ്ങളൊന്നും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതായത് നമ്മൾ തേരി കയറേണ്ട അത്രയും ടോർക്കൊന്നും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടി ഇടിച്ച് ഓഫ് ആവുന്നത്. അതായത് ഇപ്പം നമുക്കൊരു 20% വെച്ചിട്ട് ഓരോ ഗിയറിനും നമുക്കൊരു ടോർക്ക് കൊടുക്കാം. അതായത് നമുക്കൊരു 100 കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഗിയറിനായിരിക്കും 100% ടോർക്ക് പ്രൊഡ്യൂസ് ആവുന്നത്. സെക്കൻഡ് ഗിയറിന് 80% ടോർക്കേ പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പം തേർഡ് ഗിയറിന് വന്നിട്ട് നമുക്ക് 60% ടോർക്കായിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പം അതേപോലെ തന്നെ ഫോർത്ത് ഗിയറിന് വന്നിട്ട് 40%, സിക്സ്ത് ഗിയറിന് വന്നിട്ട് 20% ടോർക്കുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഫ്ലാറ്റ് റോഡിൽ കൂടെ ഒരു ഫോർത്ത് ഗിയറിൽ വന്നുകൊണ്ടിരുന്നിട്ട് ആ ഒരു ഫോർത്ത് ഗിയർ വന്നപ്പോഴത്തേനും ഒരു തേരി നമ്മൾ കണ്ടു. ആ റോഡിൽ തേരി കാണുമ്പോഴത്തേനും നമ്മൾ നേരെ ചവിട്ടി തേർഡിലോട്ട് ഇടുമ്പോഴത്തേനും ടോർക്ക് അവിടെ 60% ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ഒരു നല്ലൊരു തേരിയാണെന്നുണ്ടെങ്കിൽ ആ തേർഡ് ഗിയറിൽ കയറുമ്പോഴത്തേനും ആ ടോർക്ക് ആവശ്യം അത്രയും ടോർക്ക് മാത്രമായിരിക്കില്ല ആ ഒരു തേരി കയറാൻ വേണ്ടി വണ്ടിക്ക് ആവശ്യം. വണ്ടിക്ക് ഇനിയും ടോർക്ക് വേണമായിരിക്കും. അപ്പം നമ്മൾ ചവിട്ടി ഒരു സെക്കൻഡിലോട്ടോ ഫസ്റ്റിലോട്ടോ ഇട്ട് കൊടുക്കണം. അതായത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും കൂടുതലും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും വലിയൊരു മിസ്റ്റേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഫോർത്ത് ഗിയറിൽ വന്നിട്ട് തേരി കാണുമ്പം പെട്ടെന്ന് ഫോർത്ത് ഗിയറിൽ തന്നെ ചവിട്ടി ഫസ്റ്റിലോ സെക്കൻഡിലോ ഇട്ടിട്ട് എടുക്കുമ്പോഴത്തേനും 60% ടോർക്കിൽ നിന്ന് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ നമ്മൾ 100% ടോർക്ക് വണ്ടിയിൽ കൊടുക്കുമ്പോഴത്തേനും വണ്ടി നല്ല രീതിയിൽ എൻജിൻ നല്ല സ്ട്രെസ്സാവും, വണ്ടി നിങ്ങൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനേക്കാളും നല്ലതെന്ന് പറയുമ്പോഴത്തേനും നിങ്ങളൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പയ്യെ വന്നുകൊണ്ടിരുന്നിട്ട് ഒരു തേരി കാണുമ്പോൾ ഫോർത്തിൽ നിന്ന് നേരെ ചോട്ടി തേർഡ് ഇടുക. അപ്പോൾ തേർഡ് ഗിയറിൽ ആ ഒരു വണ്ടി ഇങ്ങനെ തേരി വലിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേനും നേരെ ചോട്ടി സെക്കൻഡ് ഇടുക. സെക്കൻഡിലും വലിക്കില്ല എന്നാകുമ്പോഴത്തേനും നിങ്ങൾ ചവിട്ടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഗിയറിൽ എന്തായാലും നിങ്ങളെ വണ്ടി തേരി കയറും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും നമുക്ക് പോയി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ വീടിൻ്റെ ഇവിടെയൊക്കെ നല്ല തേരികളാണ് കേട്ടോ. അതായത് ഒരു 3-4 തേരിയൊക്കെ ഉണ്ട്. തേരി മീൻസ് കയറ്റവും ഇറക്കവും. എൻ്റെ വീടിൻ്റെ ഇവിടെയൊക്കെ കയറ്റവും ഇറക്കവും. അതായത് എൻ്റെ ഇവിടെയൊക്കെ കയറ്റത്തിന് തേരി എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു 3-4 കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിച്ച് പഠിച്ച സമയത്ത് ഇവിടെയൊക്കെ ഓടിച്ച് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ ഒരു ഫോർത്ത് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു തേരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എൻ്റെ വണ്ടി കണ്ടില്ല, കയറുന്നില്ല. ഞാൻ ചവിട്ടി തേർഡിലോട്ടിട്ടു, കയറുന്നില്ല. സെക്കൻഡിലോട്ടിട്ടു, അപ്പോൾ വണ്ടി ഓക്കെ ആയിട്ട് കയറുന്നുണ്ട്. കണ്ടില്ലേ, സെക്കൻഡിലിട്ടപ്പോൾ വണ്ടിക്ക് അത്രയും ടോർക്ക് കിട്ടി, വണ്ടി കയറുന്നുണ്ട്. ഓക്കെ, ഈ തേരിയൊക്കെ കയറാൻ എൻ്റെ വണ്ടിക്ക് സെക്കൻഡ് ഗിയർ മതി. അപ്പോൾ നിങ്ങളുടെ ചെറിയ CC വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച്
കുറച്ച് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഗിയറിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കുറഞ്ഞ CC വണ്ടിയൊക്കെ തേറി പോകുള്ളൂ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറ്റം എത്തുമ്പോഴത്തേനുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടും. ഇപ്പം ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ കയറ്റം എത്തുമ്പോഴത്തേനും ചെയ്യാമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അടുത്ത് വരുന്നൊരു ഡൗട്ടാണ്, നമ്മളിപ്പം ഒരു കയറ്റം ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും ചിലർക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ കയറ്റത്തിൽ വണ്ടി എടുക്കാൻ പറ്റില്ല. അതായത് വണ്ടി ഓഫായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളതും നോക്കാം. ഈ കയറ്റത്തിൻ്റെ ഏറ്റവും മിഡിലാണ് നിൽക്കുന്നത്, നല്ലൊരു കയറ്റമാണിത്. അപ്പം ഇവിടെ വെച്ച് നിങ്ങളെ വണ്ടി ഓഫായി, വണ്ടി ഫസ്റ്റിലിട്ടിട്ടും വണ്ടി അങ്ങ് ഓഫായി പോയെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് ബാക്കിലത്തെ ബ്രേക്കിൽ കാല് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് വണ്ടി ഇപ്പോൾ ഓണാക്കുക, ഫസ്റ്റിലിട്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലിടുക. എന്നിട്ട് ഇപ്പം ഇവിടെയാണ് കറക്റ്റ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം, ക്ലച്ച് പോയിൻ്റ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കയറ്റത്തിൽ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ വണ്ടിക്ക് കൂടുതൽ ടോർക്ക് ആവശ്യമുണ്ട് ഈ കയറ്റം കയറി പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഗിയറിലെ കയറ്റം കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കുമ്പോഴത്തേനും ആദ്യം ഞാൻ കുറച്ചൊന്ന് റവ് ചെയ്യും. എന്നിട്ട് പയ്യെ വണ്ടിയുടെ ആ ഒരു ക്ലച്ച് പോയിൻറ്റിലോട്ട് ഇട്ടിരിക്കും. ഞാൻ ക്ലച്ച് പയ്യെ വിടുമ്പോഴത്തേനും കണ്ടില്ല, ആദ്യം ചെറുതായിട്ടൊന്ന് റവ് ചെയ്തിട്ട് ക്ലച്ച് പോയിൻറ്റിൽ വിടുമ്പോഴത്തേനും വണ്ടി നല്ല രീതിയിൽ കയറിപ്പോവും. കണ്ടില്ലേ? അപ്പം ഈ ഒരു കാര്യം ഞാൻ ഇപ്പം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒന്ന് ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ നിന്ന സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേനും ചെറുതായിട്ട് ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് വയ്ക്കുക. ചെറുതായിട്ട്, അതായത് വളരെ മൈന്യൂട്ടായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് വയ്ക്കുക. എന്നിട്ട് പയ്യെ ക്ലച്ച് വിട്ട് നമ്മുടെ ക്ലച്ച് പോയിൻറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ വണ്ടി നൈസായിട്ട് മൂവ് ആവും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. കാരണം ക്ലച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിടാൻ പാടില്ല. ഈ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് വെച്ചുകൊണ്ട് ക്ലച്ച്, അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് കംപ്ലീറ്റ് വിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വീലിയാവും. ഒരു കയറ്റത്തിലും കൂടെ ആയതുകൊണ്ട് വണ്ടി നല്ല രീതിയിൽ വീലിയാവും, തറയിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലച്ചിൽ നിന്ന് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് കൈ ഇങ്ങനെ വിട്ട് കളയില്ല, അതായത് ഇങ്ങനെ കൈ വിട്ട് കളയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലച്ച് തിരിച്ച് പിടിച്ച് ബ്രേക്കും നമ്മൾ അതിനുവേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബാക്കിലത്തെ ബ്രേക്കും. അങ്ങനെ വേണമെങ്കിൽ വണ്ടി കയറ്റത്തിൽ നമുക്ക് ബാക്കിലോട്ട് ഇറങ്ങി പോകാൻ നിർത്താം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക, എന്നിട്ട് പയ്യെ വണ്ടി ക്ലച്ച് പോയിൻറ്റിൽ എത്തിച്ച് മൂവ് ചെയ്യിക്കുക. അപ്പം ഇതാണൊരു ടെക്നിക്ക്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒരു ഇറക്കത്തിൽ, അതായത് ഒരു ഇറക്കം വരുമ്പോഴത്തേനും വണ്ടി എങ്ങനെ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണോ, ആക്സിലേറ്റർ കൊടുക്കാതെ പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗിയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇറക്കം ഇറങ്ങി പോകാമെന്നുള്ളൊരു കാര്യം, അതായത് വളരെ കൺട്രോൾഡായിട്ട് ഇറക്കം എങ്ങനെ ഇറങ്ങി പോകാമെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഞാനിപ്പം നല്ലൊരു ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇറക്കമാണ് വരുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഫ്രണ്ടിലത്തെ ബ്രേക്കും പിടിച്ചിട്ടില്ല, ബാക്കിലത്തെ ബ്രേക്കും പിടിച്ചിട്ടില്ല. എൻ്റെ വണ്ടി ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു വേയിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി സെക്കൻഡിലിടുക. അപ്പം ഗിയർ ബ്രേക്കിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഒരു ഇറക്കത്തിലും വളരെയധികം കൺട്രോൾഡായിട്ട് ബ്രേക്കൊന്നും പിടിക്കാതെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേനും വണ്ടി ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ ഗിയറിൽ വിട്ടു കൊടുക്കുക. ഓക്കെ, ന്യൂട്രലിട്ട് ഒരു ഇറക്കം ഇറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡേഞ്ചറാണ്. കാരണം എൻജിൻ അപ്പോഴ് ന്യൂട്രലിടുകയെന്ന് പറയുമ്പോഴത്തേനും എൻജിനിൽ ഒറ്റ സ്ട്രെസ് ഇല്ല, എൻജിൻ ഇങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് ഒന്നും വിടില്ല. നമ്മളെ വണ്ടി ഫ്രീ ആയിട്ട് മറ്റേ ഇറക്കത്തിൽ ഇറങ്ങി പോകുന്നത് എനിക്ക് തോന്നും. പിന്നെ അവിടെ ബ്രേക്ക് പിടിച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ന്യൂട്രലിട്ട് ഇറങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറക്കാം, പക്ഷേ അത് കുറച്ച് ഡേഞ്ചറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഗിയർ ബ്രേക്കിങ്ങിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വണ്ടി മൂവിങ്ങിലാകുമ്പോഴത്തേനും എങ്ങനെയാണ് ഗിയർ മാറുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ എന്തായാലും വണ്ടി മൂവിങ് ആകുമ്പോഴത്തേനും നമ്മൾ ആക്സിലേറ്റർ കൊടുത്തായിരിക്കും ഓടിക്കുന്നത്. അപ്പം
ആക്സിലേറ്റർ നമ്മൾ ഗിയർ മാറണമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ആക്സിലേറ്റർ കംപ്ലീറ്റ് ഡൗൺ ആക്കുക, എന്നിട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ മാറുക. അപ്പോൾ അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോഴത്തേനും ആ കാര്യം മനസ്സിലാവും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ക്ലച്ച് പോയിന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വണ്ടി നമ്മൾ ഫസ്റ്റിലിട്ട് എടുക്കുമ്പോൾ ഓഫ് ആവാതിരിക്കാൻ വേണ്ടി ക്ലച്ച് പോയിന്റിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ക്ലച്ചിൽ നിന്ന് കൈ വിടാതിരിക്കുക. വണ്ടി ഫസ്റ്റിൽ നിന്ന് എടുക്കുമ്പോഴായിരുന്നാലും കയറ്റിൽ നിന്ന് എടുക്കുമ്പോഴായിരുന്നാലും നിങ്ങൾ വണ്ടി ഒരു മൂവിങ്ങിലായി കുറച്ച് ഒരു നല്ല രീതിയിൽ മൂവിങ് ആവുന്ന വരെ കംപ്ലീറ്റ് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇടിച്ച് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ മാറി കിട്ടും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റും. ആ ഒരു ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ഓവറോൾ ഒരു സംഭവം നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച് ആവും. വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പഠിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹൗ ടു റൈഡ് എ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 3 പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് കാണുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ എന്തായാലും സീ യു സൂൺ. ടിൽ ദാൻ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.